വെൽക്കം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നിങ്ങളൊരു കൊറിയൻ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൊറിയൻ സ്കിൻ കെയറിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചെറിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാനുണ്ട്. ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സ്കിൻ കെയർ ചെയ്യുന്നതിന് മുമ്പും നമ്മുടെ സ്കിൻ ടൈപ്പ്, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ കണ്ടീഷൻ ഏതാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പം സ്കിൻ ടൈപ്പ് തന്നെ ഓരോ ടൈപ്പ് സ്കിന്നുള്ള കാര്യം നിങ്ങൾക്ക് മിക്കുള്ളവർക്കും അറിയാമല്ലോ. അപ്പം എൻ്റെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. ചില ടൈമിൽ എൻ്റെ സ്കിന്നിൻ്റെ കണ്ടീഷൻ ഏതാണെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. അതായത് നമ്മുടെ ഈ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് എൻ്റെ സ്കിന്നിൻ്റെ ടൈപ്പും ഇടയ്ക്കിടയ്ക്ക് മാറാറുണ്ട്. അപ്പം ഞാൻ അപ്പോഴെല്ലാം യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഓരോ സീസൺ അനുസരിച്ചും ഞാൻ എൻ്റെ മുഖത്ത് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് പല പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഈ സ്കിൻ ട്രബിൾസ് അല്ലെങ്കിൽ പിമ്പിൾസ് ആയാലും വേറെ എന്ത് പ്രോബ്ലം ആയാലും ഇത് വരാനുള്ള കാരണം എന്താണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞ് അതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ സ്കിന്ന് നല്ലതായി വരത്തുള്ളൂ. അപ്പോൾ എൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉള്ളത് കാരണം എപ്പോഴും ഈ കവിളിൻ്റെ ഈ സൈഡിൽ എനിക്ക് പിമ്പിൾസ് വരാറുണ്ട്. നമ്മുടെ ഈ പീരീഡ്സ് ഒക്കെ ആവുന്നതിന് മുമ്പേ പിമ്പിൾസ് വരുന്നത് പോലെ എനിക്ക് എപ്പോഴും പിമ്പിൾസ് വരാറുണ്ട്. അതുപോലെ തന്നെ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാറുണ്ട്. അപ്പോൾ എനിക്ക് ഈ രണ്ട് കണ്ടീഷൻ ഉള്ളത് കാരണം ഞാൻ ഇതിന് സ്യൂട്ടബിൾ ആവുന്ന പ്രൊഡക്റ്റാണ് അധികം ഞാൻ യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥ ഇവിടെ വിൻ്റർ ആകുമ്പോഴത്തേക്ക്, സമ്മർ ആകുമ്പോഴത്തേക്ക്, ഓട്ടം സീസൺ, അങ്ങനെയുള്ള ഓരോ സീസണിലും ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ, അതേപോലെ തന്നെ ക്രീമുകൾ, ഇതെല്ലാം ഞാൻ സെപ്പറേറ്റ് ആട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മുടെ സ്കിൻ പ്രോബ്ലംസിൻ്റെ പ്രധാന റീസൺ നമ്മൾ കണ്ടുപിടിക്കണം. അതിലൊന്നു പറഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ സ്കിൻ കെയർ ചെയ്താലും നമ്മുടെ ആ സ്കിന്നിന് ഒരു സ്കിന്നിൻ്റെ ആ കണ്ടീഷന് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും എസ്പെഷ്യലി നിങ്ങൾക്ക് ഗട്ട് ഇഷ്യൂ, അതായത് നമ്മുടെ ഈ വയറുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ ഉള്ളവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ താരൻ, അതുപോലെ തന്നെ താരൻ കാരണം മുഖത്ത് കുരുക്കൾ അങ്ങനെ വരാറുണ്ട്. അപ്പം നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്കിന്നിൽ കാണിക്കും. അപ്പോൾ ആദ്യം അതെന്തെങ്കിലും അസുഖം കൊണ്ട് വരുന്നതാണോ എന്ന് നിങ്ങൾ ഒന്ന് നോക്കുക. അപ്പോൾ അസുഖം കൊണ്ട് വരുന്നതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ താമസിക്കുന്ന എൻവിറോൺമെൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നിങ്ങളുടെ സ്കിൻ കണ്ടീഷൻ മാറും. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ സമ്മർ ടൈമിൽ വിൻ്റർ ടൈമിലൊക്കെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് വേറെയാണ്. കാരണം ഈ സമ്മർ ടൈമിൽ ഓൾറെഡി നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവുമല്ലോ. അപ്പോൾ ഡ്രൈ ആകുന്നതും ഈ വിൻ്റർ ടൈമിൽ ഡ്രൈ ആകുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ വ്യത്യാസം അനുസരിച്ചിട്ട് വേണം നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റും. ചില ടൈമിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഡീപ്ലി മോയ്സ്ചറൈസിങ് ചെയ്യുന്ന ക്രീം ആയിരിക്കണം വേണ്ടത്. ചില ടൈമിൽ നമ്മൾ സാധാ നോർമൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റിനെ മാറ്റിക്കൊണ്ടിരിക്കണം. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് നമുക്ക് സ്യൂട്ടബിൾ അല്ലാത്ത പ്രൊഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സ്കിൻ കണ്ടീഷൻ മാറത്തേ ഇല്ല, കൂടി വരത്തേ ഉള്ളൂ. അപ്പം നിങ്ങൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളുടെ സ്കിൻ കണ്ടീഷൻ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേർന്നതാണോ എന്ന് നോക്കിയിട്ട് വേണം ആ പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യാൻ. ഇനി മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് കറക്റ്റായിട്ടാണോ യൂസ് ചെയ്യുന്നത് എന്ന് നോക്കണം. ഇപ്പോൾ നിങ്ങളിപ്പോൾ കൊറിയൻ സ്റ്റെപ്പൊക്കെ ചിലപ്പോൾ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ കൊറിയൻ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്ന ടൈമിലും ഓരോ പ്രൊഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തും ഏകദേശം ഒരു 90% നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത പ്രൊഡക്റ്റ് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാൻ. ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് അത് അബ്സോർബ് ആവുന്നതിന് മുമ്പേ നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെയറിങ് കറക്റ്റ് ആവാതെ ആയിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിന്നിൽ പിമ്പിൾസ് ഉണ്ടാക്കും. അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ കണ്ടീഷൻ പഴയതുപോലെ തന്നെ നിൽക്കും. ചിലർക്ക് പഴയതിനെക്കാട്ടി കൂടുതലായിട്ടുള്ള പ്രോബ്ലംസ് വരാനും സാധ്യതയുണ്ട്. അപ്പം നമ്മൾ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇനി ലാസ്റ്റത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. അതായത് നമ്മൾ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സ്കിന്ന് നമ്മൾ നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. ഈ ക്ലീൻ ചെയ്യാതെ ഇപ്പം നമ്മളിപ്പോൾ നോർമലി ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് നമ്മുടെ ഫേസ് കഴുകിയിട്ട് ഇത് ക്ലീൻ ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിമ്പിൾസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ
ക്ലെൻസിങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഈ ക്ലെൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അതായത് നമ്മളൊരു വീട് വയ്ക്കുന്ന സമയത്ത് നമ്മുടെ ബേസ്മെൻറ്റ് കറക്റ്റ് ആയാലല്ലേ വീട് നല്ലതുപോലെ ബലത്തിൽ നിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിൻ കെയറിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ക്ലെൻസിങ് ആണ്. അപ്പോൾ ഈ ക്ലെൻസിങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ക്ലെൻസിങ് തന്നെ 2 ടൈപ്പിലുണ്ട്. ഒന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ക്ലെൻസിങ് ഉണ്ട്, പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ഡബിൾ ക്ലെൻസിങ് എന്ന് പറയും. നോർമൽ ക്ലെൻസിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യാത്തവരാണ്. അതായത് സാധാ നമ്മൾ മുഖം കഴുകിയിട്ട് ടോണർ എന്തെങ്കിലും മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസിങ് ക്രീം മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ. വേറെ ഒന്നും വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ക്ലെൻസിങ് മാത്രം മതി. ഇനി ഡബിൾ ക്ലെൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലെൻസിങ് ഉറപ്പായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ മേക്കപ്പ് ഒന്നും ഇടാറില്ല, പക്ഷേ സൺസ്ക്രീന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ സൺസ്ക്രീന് റിമൂവ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് വേണം സാധാരണ ക്ലെൻസിങ് ചെയ്യാം. അപ്പോൾ മേക്കപ്പ് ഇടാത്തവരാണെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലെൻസിങ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ സൺസ്ക്രീന് മാത്രം റിമൂവ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് വേണം കഴുകാൻ. ഞാൻ ബ്യൂട്ടി ബ്ലോഗേഴ്സിൻ്റെ വീഡിയോസ് ഒന്നും അങ്ങനെ കാണാറില്ല. ഞാനിത് എൻ്റെ ഇവിടുത്തെ മേക്കപ്പിൻ്റെ ക്ലാസ്സിന് പോയ ടൈമിലാണ് എനിക്കും ഈ സംഭവങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പറ്റിയത്. അതുവരെ എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ ഏതെങ്കിലും ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള റിവ്യൂ കൂടുതലുള്ള ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ആയിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ മേക്കപ്പ് ക്ലാസ്സിന് പോയി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഫേസ് വാഷിലും ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടോയെന്ന്. അപ്പോൾ ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി ആസിഡിക് ആയിട്ടുള്ള ഫേസ് വാഷ് ഉണ്ട്, പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആയിട്ടുള്ള ഫേസ് വാഷ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് ടൈമിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഫേസ് വാഷ് നിങ്ങൾ വാങ്ങുന്ന സമയത്ത് അത് ഉറപ്പായിട്ട് ചെക്ക് ചെയ്തിരിക്കുക, അത് ആൽക്കലൈൻ ആണോ അല്ലാന്നുണ്ടെങ്കിൽ അസിഡിക് ആണോ എന്ന്. അപ്പോൾ ഈ ആൽക്കലൈൻ എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി pH ബാലൻസ് ഉള്ള ഫേസ് വാഷുകളാണ് അങ്ങനെ വരുന്നത്. ഡബിൾ ക്ലെൻസിങ്ങിൻ്റെ ആവശ്യമില്ലാത്ത ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് വാഷാണ് ആൽക്കലൈൻ ആയിട്ടുള്ള ഫേസ് വാഷുകൾ. ആസിഡിക് ആയിട്ടുള്ള ഫേസ് വാഷ് അതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് മോർണിംഗ് ടൈമിൽ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ നൈറ്റ് ടൈമിൽ നമ്മുടെ സ്കിൻ കെയർ എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിടക്കുകയല്ലേ ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിന് റിമൂവ് ചെയ്ത് കളയേണ്ട സാധനങ്ങൾ നമ്മുടെ മുഖത്തില്ലാത്തത് കാരണം നമുക്ക് രാവിലെ തന്നെ ആസിഡിക് ആയിട്ടുള്ള ഫേസ് വാഷ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ആൽക്കലൈൻ ആയിട്ടുള്ള നമ്മുടെ ഫേസ് വാഷ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എപ്പോഴും വൈകിട്ടായിരിക്കാം. വൈകിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന ടൈമിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മുടെ മുഖത്ത് ആ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ നമ്മൾ പോലും അറിയാതെ തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫേസ് വാഷുകളാണ്. രണ്ടും യൂസ് ചെയ്യുന്ന 2 ടൈമിലാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഡബിൾ ക്ലെൻസിങ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ക്ലെൻസിങ് കഴിഞ്ഞ് സെക്കൻഡ് ടൈമിൽ ക്ലെൻസിങ് ചെയ്യുമ്പോഴത്തേക്ക് ഈ അസിഡിക് ഫേസ് വാഷിന് പകരം നമുക്ക് ആൽക്കലൈൻ ഫേസ് വാഷ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പകുതി നമ്മുടെ ഈ മേക്കപ്പ് ഫസ്റ്റത്തെ ക്ലെൻസിങ്ങിൽ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഭയങ്കരമായിട്ട് മുഖത്തുള്ള മേക്കപ്പ് അല്ലെങ്കിൽ ഡേർട്ട് നമുക്ക് റിമൂവ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല ഡബിൾ ക്ലെൻസിങ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൽക്കലൈൻ ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് രണ്ടിൻ്റെ പ്രത്യേകതകൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചിലർക്ക് ഈ ആസിഡിക് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് കുറച്ച് ഡ്രൈ പോലെ തോന്നാറുണ്ട്. പക്ഷെ അത് നമ്മൾ കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസറോ ടോണറോ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാം ഒഴിവായി കിട്ടും. ഇനി നമ്മൾ ഡബിൾ ക്ലെൻസിങ്ങിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, ഡബിൾ ക്ലെൻസിങ് എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ എല്ലാവരും പെട്ടെന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ഓയിൽ ക്ലെൻസിങ്, പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഡബിൾ ക്ലെൻസിങ്ങിൽ തന്നെ നമ്മുടെ ഈ ഫസ്റ്റത്തെ ക്ലെൻസിങ് സ്റ്റെപ്പ് വരുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള ക്ലെൻസിങ് പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയും കൂടിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ നോർമലി ഡബിൾ ക്ലെൻസിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റത്തെ ക്ലെൻസിങ് സ്റ്റെപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്, ഓയിൽ ക്ലെൻസിങ് മാത്രമാണോ അല്ലെങ്കിൽ ഏതൊക്കെ പ്രൊഡക്റ്റാണ് ഉള്ളത് എന്നുള്ള കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആവുന്ന പ്രൊഡക്റ്റ് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സത്യം പറയാമല്ലോ നിങ്ങളുടെ സ്കിന്നിലുള്ള പ്രോബ്ലംസ് മാറത്തേ ഇല്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ക്ലെൻസിങ്ങിൻ്റെ ഡബിൾ ക്ലെൻസിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു കാര്യം നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒന്നെന്ന് പറഞ്ഞാൽ, കൊറിയക്കാരെന്ന് പറഞ്ഞാൽ ഈ കൊറിയൻ പ്രൊഡക്ട്സ്
മാത്രം യൂസ് ചെയ്യുന്നവരല്ല, അവർ എല്ലാ മാസവും സ്കിൻ കെയർ ഹോസ്പിറ്റലിൽ പോയിട്ട് സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാറുണ്ട്. സ്കിൻ വൈറ്റനിങ് ആയ പീക്കോ ടോണിങ്, അതേപോലെ തന്നെ ഹൈഡ്രാ ഫേഷ്യൽ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയി ചെയ്ത് കഴിഞ്ഞാലും റിസൾട്ട് വലുതായിട്ട് കിട്ടാറില്ല. കാരണം ചെയ്ത് 2 ദിവസം കഴിയുമ്പോൾ തന്നെ വീണ്ടും പിമ്പിൾസ് വരും, പിന്നെ വീണ്ടും സ്കിൻ ട്രബിൾസ് വരും. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് സ്കിൻ കെയർ വെച്ചിട്ട് ഞാൻ എൻ്റെ സ്കിൻ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് റിസൾട്ട് കിട്ടും, പക്ഷേ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഒരൊറ്റ ട്രിപ്പ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് സ്കിന്നിന് റിസൾട്ട് കിട്ടത്തില്ല. ആ റിസൾട്ട് ഒരു ചെറിയ ടൈമിൽ മാത്രമേ നിൽക്കത്തുള്ളൂ. ആ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആ റിസൾട്ട് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് വിചാരിച്ചോ, അപ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ആക്രാന്തം വരും അടുത്ത ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് വെറുതെ ഇങ്ങനെ പൈസ പൊയ്ക്കൊണ്ടിരിക്കും. അതിനെക്കാട്ടി നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്കിൻ കെയർ ചെയ്തിട്ട് നമ്മുടെ സ്കിൻ കണ്ടീഷൻസ് ബെറ്റർ ആക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡബിൾ ക്ലെൻസിങ്ങിലുള്ള ഫസ്റ്റ് ക്ലെൻസിങ്ങിലുള്ള പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്, അത് ഏതൊക്കെ സ്കിൻ ടൈപ്പിനാണ് യൂസ്ഫുൾ ആവുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് ഡബിൾ ക്ലെൻസിങ്ങിൻ്റെ ഫസ്റ്റത്തെ ക്ലെൻസറായ ഓയിൽ ക്ലെൻസിങ് നിങ്ങൾക്ക് മിക്കുള്ളവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതിൽ തന്നെ ഓയിൽ ക്ലെൻസിങ് 2 ടൈപ്പ് ഉണ്ട്. ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഓയിൽ ക്ലെൻസിങ്ങും ഉണ്ട്, വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഓയിൽ ക്ലെൻസിങ്ങും ഉണ്ട്. അപ്പോൾ ഈ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഓയിൽ ക്ലെൻസിങ് പിമ്പിൾ ഉള്ളവരാണ് യൂസ് ചെയ്യുന്നത് എന്നെങ്കിൽ നിങ്ങൾ നല്ലതുപോലെ ആ ഓയിൽ നിങ്ങളുടെ സ്കിന്നിൽ നിന്ന് റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിമ്പിൾസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബെറ്റർ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഓയിൽ സ്കിന്ന് യൂസ് ചെയ്യുന്നതായിരിക്കും, പിമ്പിൾ ഉള്ളവരുടെ കാര്യം കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ആദ്യം എടുത്തതെന്ന് പറഞ്ഞാൽ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസറാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ അതിൻ്റെ ആ ടെക്സ്ചർ ഉണ്ടല്ലോ, താഴോട്ട് ഇങ്ങനെ ഒഴുകി വന്നതും ഇത് പതുക്കെ ആട്ടോ ഇങ്ങനെ ഒഴുകി വന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഓയിൽ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ടാണ്. ഇനി രണ്ടാമത് ഞാൻ ഒഴിച്ചതെന്ന് പറഞ്ഞാൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഓയിൽ ക്ലെൻസറാണ്. അത് ഒഴിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് ഇങ്ങനെ താഴോട്ട് വന്നിട്ടില്ലോ. അതെന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പിമ്പിളുള്ളവരാണെന്നുണ്ടെങ്കിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഓയിൽ ക്ലെൻസർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഈ ഓയിൽ ക്ലെൻസർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിൽ എടുത്തിട്ട് സാധാരണ നമ്മുടെ ഫേസിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുവാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്യുന്നതിൽ തെറ്റായിട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഞാൻ വേറൊരു പുതിയൊരു ടിപ്പ് പറഞ്ഞുതരാം. ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഈ ഓയിൽ ക്ലെൻസർ നമ്മൾ ഈ ക്രീമൊക്കെ ഇങ്ങനെ ജസ്റ്റ് അപ്ലൈ ചെയ്യുമല്ലോ, അതുപോലെ തന്നെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പാറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ ഓയിൽ ക്ലെൻസർ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ മുഖം ഒന്ന് മസാജ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കാണാം, ഈ മിൽക്കി ആയിട്ട് ഇങ്ങനെ ഫോം ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ലതുപോലെ മസാജ് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ നല്ല ജെൻറ്റിലായിട്ട് ഓയിലും അതേപോലെ തന്നെ ഡേർട്ടും എല്ലാം നല്ലതുപോലെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ടിപ്പാണിത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഓയിൽ ക്ലെൻസർ എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കിന്നെന്ന് പറഞ്ഞാൽ ഡ്രൈ സ്കിന്നിന് സൂട്ടബിളാണ്, അതേപോലെ തന്നെ ഓൾ സ്കിൻ ടൈപ്പിന് സൂട്ടബിളാണ്, പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ടൈപ്പിനും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഓയിൽ ബേസ്ഡ് ക്ലെൻസിങ് ഓയിൽ. ഇനി രണ്ടാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ക്ലെൻസിങ് ബാം. ഈ ക്ലെൻസിങ് ബാം എന്ന് പറഞ്ഞാൽ നല്ല ബീറ്റ് ചെയ്ത ബട്ടർ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് നമുക്കൊരു കോട്ടൺ പാഡ് കൊണ്ട് കഴുകി തുടച്ച് കളയാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മസാജ് ചെയ്തിട്ട് വെള്ളം കൊണ്ട് കഴുകുക ചെയ്യാം. അതിലേത് വേണം നമുക്ക് ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ മിക്കുള്ള എല്ലാ സ്കിൻ ടൈപ്പിനും സൂട്ടബിളാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ വരുന്നതെന്ന് പറഞ്ഞാൽ ക്ലെൻസിങ് ടിഷ്യൂ. ഈ ക്ലെൻസിങ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് വലുതായിട്ട് റെക്കമെൻഡ് ചെയ്യത്തില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും മടി പിടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ട്രാവൽ ചെയ്യുകയോ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സ്കിന്നിൽ ജെൻറ്റിലായിട്ട് നമ്മുടെ സ്കിന്നിൽ നിന്ന് ഈ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യുന്ന ഒരു ഐറ്റം അല്ല ക്ലെൻസിങ് ടിഷ്യൂ. അപ്പോൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ക്ലെൻസിങ് വാട്ടറാണ്. ഈ ക്ലെൻസിങ് വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതെന്ന് പറഞ്ഞാൽ
നമ്മുടെ സാധാരണ നമ്മൾ ഈ ക്ലെൻസിങ് വാട്ടർ വെച്ച് ക്ലീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കോട്ടൺ പാഡിൽ നമ്മളിത് ഒഴിച്ചതിന് ശേഷം നമ്മുടെ മുഖം ഇങ്ങനെ മുഖത്ത് വെച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞാൽ വേറൊരു ടിപ്പാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇതെന്ന് പറഞ്ഞാൽ ഈ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഷോക്ക്ഡ് ആയിപ്പോയിട്ടുള്ള ഒരു സംഭവമാണ്. ആദ്യം തന്നെ നിങ്ങൾ ഈ ബബിൾ ഫോം ചെയ്യുന്ന ഒരു ബോട്ടിൽ വാങ്ങുക. ആ ബോട്ടിൽ വാങ്ങിയതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള ക്ലെൻസിങ് വാട്ടർ ഏതാണോ അത് അതിലോട്ട് കുറച്ചിടുക. അതിനുശേഷം നല്ലതുപോലെ ഷേക്ക് ചെയ്യുക. ഷേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പമ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് നല്ലപോലെ പദമുണ്ടല്ലോ, ഫോം വരുകയാണ് ചെയ്യുന്നത്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഫോമിനെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യണം. ഈ ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ, 2-3 സെക്കൻഡ് അല്ല, 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ ഫോമെല്ലാം അങ്ങ് എന്താ പറയുക, ഈ ബബിൾസ് എല്ലാം ഇല്ലാതാകും. ആ ടൈമിൽ നമ്മൾ ജസ്റ്റ് മസാജ് ചെയ്ത് വാട്ടർ കൊണ്ട് കഴുകിക്കഴിഞ്ഞാൽ സത്യം പറയാലോ നിങ്ങളുടെ സ്കിന്നിലുള്ള എല്ലാ ഇമ്പ്യൂരിറ്റീസും നല്ലതുപോലെ റിമൂവ് ആവാറുണ്ട്. അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ ഈ ടിപ്സ് ഞാനിത് പഠിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മേക്കപ്പിൻ്റെ ക്ലാസ്സിന് പോയ ടൈമിലും അവിടെ നിന്ന് ആ ടീച്ചർ പറഞ്ഞു തന്ന വഴിയാണ് ഇത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ക്യൂരിയോസിറ്റി തോന്നി, ഇതെന്തിനാ ഇത്രയും എന്താ പറയുക വളഞ്ഞു മുക്കി പിടിക്കുന്നത് പോലെ ഇങ്ങനെ പതപ്പിച്ചിട്ടൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ടീച്ചർ പറഞ്ഞ കാര്യമാണ്, നമ്മൾ സാധാരണ ഓയിലി ആയിട്ടുള്ള പാത്രങ്ങൾ കഴുകുന്ന ടൈമിൽ നമ്മൾ ആദ്യം സോപ്പിനെ നല്ലതുപോലെ നമ്മുടെ ഡിഷ് വാഷറിനെ നല്ലതുപോലെ പതപ്പിച്ചതിന് ശേഷമല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിലുള്ള അതായത് എന്താ പറയുക ആ പാത്രങ്ങളിലുള്ള ഓയിലെല്ലാം നല്ലതുപോലെ റിമൂവ് ആവുമല്ലോ. ആ സെയിം എന്താ പറയുക ആ മെത്തേഡാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്, ഈ പതപ്പിച്ചിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ളൊരു മെത്തേഡാണെന്ന് പറഞ്ഞ് അപ്പോൾ ഞാനത് ഫോളോ ചെയ്ത് നോക്കാറുണ്ട്. അടിപൊളി റിസൾട്ടാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സെക്കൻഡ് സ്റ്റെപ്പിൽ മോസ്റ്റ്ലി നമ്മൾ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് വാഷുകളാണ് മിക്കവാറും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കിപ്പോൾ ഏതൊക്കെ പ്രൊഡക്റ്റ് ആണെന്നാണ് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ജെൽ ക്ലെൻസറാണ്. ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ക്ലിയർ ജെല്ലി ടൈപ്പായിട്ടുള്ള ഒരു ക്ലെൻസറാണ്. എക്സസീവായിട്ടുള്ള ഓയിൽ റിമൂവ് ചെയ്യും, അതേപോലെ തന്നെ പോർസൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ് ജെൽ ടൈപ്പിലുള്ള ഫേസ് വാഷ്. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ക്രീം ക്ലെൻസറാണ്. ഈ ക്രീം ക്ലെൻസർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫേവറേറ്റ്ലി എന്താ പറയുക, ഇപ്പം ഞാൻ എൻ്റെ സ്കിൻ കെയറിൽ എനിക്ക് മോർണിംഗ് ടൈമിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ക്രീം ക്ലെൻസർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ കഴുകി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നല്ല മോയ്സ്ചറൈസിങ് ചെയ്തതുപോലത്തെ ഒരു ഫീലിംഗ് കിട്ടാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ക്രീം ക്ലെൻസർ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫോം ക്ലെൻസർ. അപ്പോൾ ഇത് സാധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഫോം ക്ലെൻസർ. അതിനെക്കുറിച്ച് ഞാൻ വലുതായിട്ട് പറയുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എത്ര പേർക്ക് പരിചയം ഉണ്ടെന്ന് അറിയത്തില്ല. പിന്നെ ഉള്ള ഒന്നാണ് പൗഡർ ക്ലെൻസർ ഉണ്ട്. ഈ പൗഡർ ക്ലെൻസർ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അമേസിങ് റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ എന്താ പറയുക ഈ ഫോം ക്ലെൻസർ. വേറൊന്നും കൊണ്ടല്ല, അടിപൊളി എന്താ പറയുക നമ്മുടെ സ്കിന്ന് നല്ലതുപോലെ എക്സ്ഫോളിയേഷൻ ചെയ്ത് നല്ലതുപോലെ സോഫ്റ്റാക്കി തരുന്ന ഒരു ഐറ്റമാണ് ഈ പൗഡർ ക്ലെൻസർ. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. സാധാരണ ഞാൻ കൊറിയർ വരുന്നതിന് മുമ്പേ യൂസ് ചെയ്തൊരു വഴി എന്ന് പറഞ്ഞാൽ ഫേസ് വാഷ് എടുത്ത് നേരെ നമ്മുടെ മുഖത്തോട്ട് തേക്കുക. അതിനുശേഷം കയ്യിൽ വെള്ളം എടുത്തിട്ട് മുഖത്ത് വെച്ചായിട്ട് ഇങ്ങനെ പതപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യാനേ പാടില്ല. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യാനേ പാടില്ല. നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഹാഷാണ് നമ്മൾ ആ സ്കിന്നിൽ വെച്ചിട്ടിങ്ങനെ പതപ്പിക്കുന്നത്. ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഫേസ് വാഷ് നല്ലതുപോലെ പതപ്പിക്കുക. എത്രത്തോളം പതപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ പതയാണ് നമ്മുടെ സ്കിന്നിൽ നമ്മൾ ഫേസിൽ നമ്മൾ തേച്ചിട്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്യേണ്ടത്. അതായത് നമ്മുടെ കയ്യിലും നമ്മുടെ ഫേസിൻ്റെയും ഇടയിലായിട്ട് ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഫോം, ഈ ബബിൾസ്, ഈ ഫോം ഉണ്ടല്ലോ, ഈ ഫോം വേണം. ഈ ഫോമാണ് സോഫ്റ്റായിട്ട് ജെൻറ്റിലായിട്ട് നമ്മുടെ സ്കിന്നിൽ നിന്ന് ഡേർട്ട്, അതേപോലത്തെ ഓയിൽ, അതേപോലത്തെ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടോയെന്നുണ്ടെങ്കിലും അതെല്ലാം റിമൂവ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫേസ് വാഷ് എപ്പോഴും നമ്മുടെ കയ്യിൽ വെച്ച് നല്ലതുപോലെ പതപ്പിച്ചതിന് ശേഷം മാത്രം വേണം നമ്മുടെ ഫേസിൽ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കൊറിയൻ സ്കിൻ കെയർ സ്റ്റെപ്പിലുള്ള ആദ്യത്തെ സ്റ്റെപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് കൂടിയാണ് ഇത്. അടുത്ത വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം. അടുത്ത വീഡിയോയിൽ കാണാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാലോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ.